വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിതൃ സഹോദരൻ ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തെളിവെടുപ്പ് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലത്തീഫിന്റെ ഫോൺ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സമീപത്ത് ഉപേക്ഷിച്ചു എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ഷഫീദ്, നാടിനെ ഒന്നാകെ നടുക്കിയ കൊലപാതക പരമ്പരയിൽ തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. പ്രതി അഫാനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. അതുപോലെ ലത്തീഫിൻ്റെ ഭാര്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, വിശദാംശങ്ങൾ. ഷഫീദ്, റിജിത്ത്, ചുള്ളാളത്തെ ലത്തീഫിന്റെയും ഷാജിദയുടെയും വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ താഴേക്ക് മാറിയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ അഫാനുമായി വിമാന രക്ഷയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പ് തുടരുകയാണ്. അതായത് ഈ കൊലപാതകത്തിന് ശേഷം ലത്തീഫിനെയും അതേപോലെ ഷാജിദയും കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്നും അഫാൻ തിരികെ പേരുമല ഭാഗത്തേക്ക് പോകുന്നു. ആ ഭാഗത്തേക്ക് പോകും വഴിക്ക് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഫോണും മറ്റു കാര്യങ്ങളും ഉപേക്ഷിച്ചു. അതായത് ലത്തീഫിന്റെ ഫോണും മറ്റു കാര്യങ്ങളും ഉപേക്ഷിച്ചു എന്നുള്ളൊരു മൊഴിയുണ്ട്. ആ മൊഴി സ്ഥിരീകരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇപ്പോൾ പോലീസും അതേപോലെ തന്നെ മറ്റുള്ളവരും ചേർന്നുകൊണ്ട് ഈ പരിസരത്ത് പരിശോധനയും തിരച്ചിലും നടത്തുകയാണ്. ഈ ഫോൺ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതായത് കൃത്യം പറഞ്ഞാൽ ഈ കൊലപാതകം ആദ്യം മാതാവ് ഷെമിയെ ആക്രമിച്ച് പിന്നാലെ അങ്ങോട്ടേക്ക് പോയി സൽമാ ബീവിയെ കൊലപ്പെടുത്തി. അതിനുശേഷം ഈ ഭാഗത്തേക്ക് ചുള്ളാളം ഭാഗത്തേക്ക് വന്ന് അവിടെ നിന്നും ഈ ചുള്ളാളത്തെ കൊലപാതകത്തിന് ശേഷം പേരുമല ഭാഗത്തേക്ക് വെഞ്ഞാറമൂട് ടൗൺ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ അന്വേഷണവും തെരച്ചിലൊക്കെ നടക്കുന്ന ഈ ഭാഗത്തേക്ക് ഇവിടെ വെച്ച് ഫോണും മറ്റു ചില കാര്യങ്ങളും ഉപേക്ഷിച്ചു. അതെന്തൊക്കെയെന്ന് കണ്ടെത്തുകയാണ് പോലീസ് ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പറമ്പിലേക്ക് അഫാനുമായി ഇറങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഫോൺ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് വളരെ നിർണായകമായി ലത്തീഫിന്റെ ഫോൺ അത് വളരെ വൈറ്റലായ ഒരു കാര്യമായി മാറുകയും ചെയ്യും. ഏതായാലും നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഇനി പേരുമലയിലെ വീട്ടിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ പേരുമലയിലെ വീട്ടിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ ഒക്കത്തിന് ശേഷം ആ ഭാഗത്തേക്ക് അടുത്ത ക്രൈമിന് വേണ്ടി ഇയാൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയും തെളിവെടുപ്പ് നടത്തുക അതൊരു പക്ഷേ ഇന്ന് തന്നെ നടത്താം. 3 ദിവസമാണ് കസ്റ്റഡി. ഇന്നലെ വൈകിട്ടാണ് കസ്റ്റഡിയിൽ അനുവദിച്ചത്. അപ്പോൾ ഇനിയും സമയമുണ്ടെങ്കിൽ കൂടി ഇന്നുകൊണ്ട് ഈ ആദ്യഘട്ട തെളിവെടുപ്പ് ഒരു പക്ഷേ വെഞ്ഞാറമൂട് പോലീസ് അല്ലെങ്കിൽ കിളിമാനൂർ പോലീസ് പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാവുക. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ അത് അഫാന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആ രീതിയിലുള്ള തെളിവെടുപ്പ് നടപടികൾ അത് ഈ വെഞ്ഞാറമൂട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലം നടക്കുന്ന ഈ തേമ്പാമൂട് ഈ ചുള്ളാളം എന്ന് പറയപ്പെടുന്ന എസ്എൻപുരം ചുള്ളാളം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നടത്തുകയാണ്. ഒരു പറമ്പിൽ അഫാൻ ലത്തീഫിന്റെ ഫോൺ ഉപേക്ഷിച്ചു എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പറമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില തെരച്ചിലുകൾ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ കൂടുതൽ തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഫോണിനായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. സമീപത്തുള്ള ഒരു പറമ്പിൽ അഫാനുമായി പോലീസ് സംഘം തെരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഫോൺ അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നാണ് അഫാന്റെ മൊഴി. ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലത്തും ലത്തീഫിന്റെ ചുള്ളോളത്തെ വീട്ടിലുമാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ട തെളിവെടുപ്പാണിത്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ കൊലപാതകം, അതിൽ തന്നെ പിതൃമാതാവ് സൽമാ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിങ്ങനെ ഒരു കൊലപാതക പരമ്പര തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായൊരു തെളിവെടുപ്പാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്.